ഹുയിസ് മാളികപ്പുറത്തമ്മ? ഇതൊരു ചോദ്യം ഇംഗ്ലീഷിലാണെങ്കിലും ഈ പ്രഭാഷണ പരമ്പര മലയാളത്തിലായതുകൊണ്ട് മറുപടി മലയാളത്തിലേ ഉണ്ടാവുള്ളൂ. ഈ പരമ്പര മലയാളത്തിലായതുകൊണ്ട് മാളികപ്പുറത്തമ്മ ആരാണ്? മാളികപ്പുറത്തമ്മയാണ്. മാളികപ്പുറത്ത് ഉള്ള അമ്മ അതാര്? ഇതിപ്പോൾ ആരാന്നിപ്പോൾ ഓരോരുത്തരുടെ മാളികേൻ്റെ മുകളിൽ ആരാന്ന് നോക്കിയാലേ പറയാൻ പറ്റൂ. നമുക്ക് പറയാൻ പറ്റുമോ? ഒരു വീടുണ്ടാവുക, അതിനൊരു 1-ാം നില ഉണ്ടാവുക, ആ 1-ാം നിലയിൽ ഏത് അമ്മയായിരിക്കണമെന്ന് നോക്കുക, അപ്പോൾ മാളികപ്പുറത്തമ്മയായി. ഇനി ഇവിടെ ഭഗവാൻ അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട്, ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് മാളികപ്പുറത്തമ്മ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മാതാവാണ്. അയ്യപ്പസ്വാമിയുടെ മാതൃഭാവത്തിൽ നാം കാണുന്ന, അമ്മയായി കാണുന്ന, നാം മാത്രമല്ല അയ്യപ്പസ്വാമി തന്നെ അമ്മയായി കാണുന്ന ദേവിയാണ്. അതെങ്ങനെയാ അയ്യപ്പസ്വാമി അമ്മയായി കാണുന്ന ദേവിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുക? ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഏതാന്ന് ചോദിച്ചാൽ ഇന്ന് പൊതുവെ സമൂഹം പറയുക മണ്ഡലകാല പൂജ, മകരവിളക്ക് തുടങ്ങിയവയാണ്. ഇതൊന്നുമല്ല പ്രധാനപ്പെട്ടത്. മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് മകരം 1-ാം തീയതി മുതൽ 5 ദിവസങ്ങളിലായി അവിടെ നടക്കുന്ന വിശേഷ പൂജകളും ഗുരുതിയും മറ്റുമാണ്. അതാണ് ശബരിമലയിലെ പരമ്പരാപ്രാപ്തമായ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ചെയ്യുന്നത്, ഇതിന് പ്രധാന നേതൃത്വം കൊടുക്കുന്നത് റാന്നിയിലുള്ള ഒരു കുടുംബമാണ് നേതൃത്വം കൊടുക്കുന്നത്. അതാണ് ശബരിമലയിലെ പ്രാചീനമായ ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനമായത്. ആ സന്ദർഭത്തിൽ അയ്യപ്പസ്വാമിയെ എഴുന്നള്ളിക്കപ്പെടും. ആ എഴുന്നള്ളിക്കപ്പെടുന്ന സമയത്ത്, മാളികപ്പുറത്ത് അമ്മയുടെ മുമ്പിലെത്തുന്ന സമയത്ത്, ആ അയ്യപ്പസ്വാമിയുടെ രൂപം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മീശയൊക്കെ ഉള്ള ഒരു രൂപമാണ്. നിങ്ങൾ എത്ര പേരത് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. മീശയൊക്കെ ഉള്ള രൂപമാണ് അയ്യപ്പസ്വാമിയുടേത്. അവിടെ എത്തുന്ന സമയത്ത് മാളികപ്പുറത്തമ്മയുടെ മുമ്പിൽ ശിരസ് കുനിക്കും, അമ്മയെ വണങ്ങുകയാണ്. എന്നിട്ട് അവിടുന്ന് ചില ക്രിയകളുണ്ട്. അത് കഴിഞ്ഞ് ആ ഗുരുതിയും പൂജയും എല്ലാം അവിടുത്തെ കഴിയുന്നതോടുകൂടി താഴേക്ക് പോയി കൂട്ടമായിട്ട് പരിവാരങ്ങളോടുകൂടിയാണ് ഭഗവാൻ പോകുന്നത്. പരിവാരങ്ങളോടുകൂടി. അത് കഴിഞ്ഞ് ശരംകുത്തിയിലെത്തി അനന്തരം അവിടുന്ന് ഭഗവാൻ മാത്രമാണ് മടങ്ങുക മുകളിലേക്ക്. ഏതൊരു ധർമ്മശാസ്താവിൽ സ്വയം വിലയിച്ചുവോ ആ വിലയിച്ച സ്ഥാനത്തേക്ക്, മണിമണ്ഡപത്തിലേക്ക് സ്വയം മടങ്ങുന്ന ചടങ്ങാണ്. അത് 5-ാമത്തെ ദിവസമാണ്, മകരം 5-ാം തീയതി. ഈ ക്രിയ തുടങ്ങണമെങ്കിൽ 1-ാം ദിവസം പന്തളത്ത് രാജവംശ പ്രതിനിധി അവിടെ ഉണ്ടാവണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ആരംഭം. നിസ്സംശയം പറയാം, മാതൃസ്ഥാനീയയാണ്. ഇത് പാണ്ഡ്യ രാജാക്കന്മാര് മധുരയിൽ ആരാധിച്ചു വന്നിരുന്ന ഭഗവതിയുടെ, ദേവിയുടെ ഭാവം പിന്നീട് അതിൻ്റെ ഒരു ശാഖ പന്തളത്ത് രാജാക്കന്മാരായി ഇങ്ങോട്ട് വന്ന സമയത്ത് ഉപാസനാർത്ഥം കൊണ്ടുവന്നതാണെന്നും സ്ഥാപിച്ചതാണെന്നും ഒരു പക്ഷം. മറ്റൊരു പക്ഷം അതല്ല, ശാസ്താവിൻ്റെ ഭാവത്തിൽ വന്യമായ വിധാനത്തിൽ ചാത്തൻ ഉപാസിക്കപ്പെട്ടിരുന്ന സങ്കേതം, അവിടെ നീലിയാണ് അമ്മ, ആ നീലിയുടെ ഭാവമാണ് എന്ന് വേറെ പക്ഷം. ഏത് പക്ഷമായാലും നല്ലതാ, അവിടെയൊക്കെ അമ്മയാണ്.
ഏത് പക്ഷം സ്വീകരിച്ചാലും അമ്മയാണ്. ഇതിനെ സിനിമക്കാർ കൊണ്ടുപോയി കാമുകിയാക്കി. സിനിമക്കാർ കൊണ്ടുപോയി കാമുകിയാക്കി. കാമുകി എന്നൊരു സങ്കല്പം ആദ്യം വരുന്നത് സിനിമയിലല്ല, സിനിമയ്ക്ക് മുമ്പ് നാടകത്തിലാണ് ആദ്യമായിട്ട് വരുന്നത്. നാടകത്തിൻ്റെ പേര് മറന്നു, സ്വാമി അയ്യപ്പൻ എന്നോ മറ്റോ ആണ്. സ്വാമി അയ്യപ്പൻ എന്നോ മറ്റോ 1930കളിൽ കളിക്കപ്പെട്ട ഒരു നാടകമാണെന്നാണ് തോന്നുന്നത്, ഉറപ്പില്ല, വർഷം തെറ്റിയാൽ ക്ഷമിക്കുക. നോക്കി വെച്ചിട്ട് വന്നതല്ല ഇപ്പോൾ, നിങ്ങൾക്ക് ആർക്കും ഇത് പരിശോധിക്കാം, അതുകൊണ്ട് വർഷം തെറ്റിയാൽ ക്ഷമിക്കുക. അതിലാണ് ആദ്യമായിട്ട് ഒരു കാമുകി സങ്കല്പത്തിലേക്ക് മാറ്റുന്നത്. അല്ല, സർവകാമങ്ങളും നമുക്ക് അമ്മയോടല്ലാണ്ട് ആരോടാ പറയാനുള്ളത്? അതുകൊണ്ട് അമ്മ തന്നെ കാമുകി. പക്ഷെ കാമുകി എന്നുള്ള മാനത്തിന് അവിടെ മാറ്റം വന്നു എന്ന് മാത്രം. സിനിമക്കാർ പിന്നെ കഥയൊക്കെ ഉണ്ടാക്കി, ഒരു കന്യയ്യപ്പനെങ്കിലും വരാത്ത കൊല്ലം നമുക്ക് ആലോചിക്കാം എന്നൊക്കെ, ഒഴിവ് കഴിവ്, അതൊക്കെ സിനിമക്കാരുണ്ടാക്കിയതാ. ഇതൊക്കെ അപ്പം നാട്ടിൽ പ്രചാരം. ഏതായാലും തിരക്കേടില്ല. മാളികപ്പുറം ഇൻ റിലേഷൻ വിത്ത് ലോർഡ് അയ്യപ്പ ആൻഡ് ശബരിമല പിൽഗ്രിമേജ്.